ഗൂഗിൾ പിക്സൽ ഫോട്ടോഗ്രാഫിക്ക് കൊള്ളാമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം പലരുടെയും ചോദ്യമാണ് വീഡിയോഗ്രാഫിക്ക് വേണ്ടിയിട്ട് ഗൂഗിൾ പിക്സൽ കൊള്ളാമെന്ന്. അപ്പൊ എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. വീഡിയോ എന്ന് പറയുമ്പോൾ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇക്കാലത്ത് എല്ലാ ട്രാവൽ ചെയ്യുന്ന വീഡിയോസ് നമ്മൾ വ്ളോഗ് ചെയ്യുന്നുണ്ട്. വ്ളോഗ് ചെയ്യാൻ കൊള്ളാമെന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ഒരു അക്കൗണ്ട് കാണിച്ചു തരാം. നമുക്ക് ഇൻസ്റ്റയിൽ കൊച്ചു നോർവേ എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അവർ ഉപയോഗിക്കുന്ന ഫോൺ എന്ന് പറയുന്നത് പിക്സൽ 9 Pro XL ആണ്. ഈ നോർവേയിൽ അവർ ട്രാവൽ ചെയ്യുന്ന വീഡിയോസ് ആണ് ആ അക്കൗണ്ടിൽ കൂടുതലായിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എനിക്കത് കണ്ടിട്ട് അവർ ട്രാവൽ ചെയ്യുന്ന അതേ ഒരു ഫീല് എനിക്ക് കിട്ടുന്നുണ്ട്. അവർ വീഡിയോസിൽ എഡിറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല, വിത്തൗട്ട് എഡിറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഒരു കറക്റ്റ് നാച്ചുറൽ ഫീൽ എനിക്കത് കിട്ടുന്നുണ്ട്. പക്ഷേ എങ്ങനെ പറയാം, നമ്മുടെ ഐഫോണിന്റെ പ്രോമാക്സ് ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐഫോണിന്റെ സെയിം കിട്ടില്ല. അപ്പോഴും നമുക്ക് ഐഫോണും പിക്സലും തമ്മിൽ റേറ്റ് നല്ല ഡിഫറൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ പിക്സലിന് അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോ ക്വാളിറ്റി ഉണ്ട്. അത് ഉറപ്പായിട്ട് ആ ഒരു അക്കൗണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാനും വീഡിയോസ് ഇടുന്നുണ്ട്, പക്ഷേ എൻ്റെ കൂടുതലും വ്ളോഗിംഗ് ഒന്നുമില്ല. അപ്പോൾ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്ന് പലരും ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ആ ഒരു അക്കൗണ്ട് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ആ ക്വാളിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലാണ് നിങ്ങളും വീഡിയോസും വ്ളോഗിംഗ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പിക്സൽ ചൂസ് ചെയ്യാവുന്നതാണ്. എനിക്ക് എന്തായാലും പിക്സൽ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഗൂഗിൾ പിക്സലിനെ കുറിച്ചും ഫോട്ടോഗ്രാഫിയെ കുറിച്ചിട്ടൊക്കെയുള്ള നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും പേജ് ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക്